ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസ്ഥാനങ്ങളായ ഗോവയെക്കുറിച്ചും ആസാമിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുകയാണ്. ഗോവ, ആസാം. അപ്പോൾ നമ്മൾ ഗോവയെക്കുറിച്ച് പറയുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, ആൻസർ ഗോവ. സ്മാളസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ആൻസർ ഗോവ. അതുപോലെ പറയുകയാണ്, ഗോവയുടെ തലസ്ഥാനം ഏതാണ്? ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് കേട്ടോ. ഗോവയുടെ തലസ്ഥാനം പനാജി. ക്യാപിറ്റൽ ഓഫ് ഗോവ, ആൻസർ പനാജി. അതുപോലെ പറയുകയാണെങ്കിൽ പനാജി ഏതു നദിയുടെ തീരത്താണ്? ഏതാണ് പനാജി സ്ഥിതി ചെയ്യുന്നത്? മണ്ടോബി നദിയുടെ തീരത്താണ് പനാജി ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ മണ്ടോബി. അതുപോലെ പറയുകയാണെങ്കിൽ ഏകീകൃത സിവിൽ നിയമം നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ് കേട്ടോ. ഗോവയിലാണ് എന്തുണ്ടാകുന്നത്? യൂണിഫോം സിവിൽ കോഡ് ഇൻ ഗോവ കേട്ടോ. ഗോവയിൽ എന്തുള്ള യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്, ഏകീകൃത സിവിൽ നിയമം. അതുപോലെ ഗോവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിന് ഇന്ത്യയിലെ ഏറ്റവും പേര് കേട്ട സ്ഥലം ഏതാണ്? ഗോവയാണ്. ഗോവ ഈസ് മോസ്റ്റ് ഫേമസ് ഫോർ ബീച്ച് ടൂറിസം. ബീച്ച് ടൂറിസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പേര് കേട്ട സ്ഥലം ഏതാണ്? ഗോവ, ഇന്ത്യയിലെ ഗോവയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ മർമ്മഗോവ, ഗോവയിലെ ഒരു തുറമുഖമാണ് കേട്ടോ. ഗോവയിലെ ഒരു പ്രധാന പോർട്ടാണത് മർമ്മഗോവ. അതുപോലെ പറയുകയാണെങ്കിൽ ഡബോളിൻ വിമാനത്താവളം എവിടെയാണ്? ഗോവയിലാണ്. ഡബോളിൻ എയർപോർട്ട് എവിടെയാണ്? ഡബോളിൻ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഗോവ. ഒരു സെന്റ് കത്തീഡ്രൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഗോവ. സെന്റ് കത്തീഡ്രൽ എവിടെയാണ്? ഗോവയിലാണ്. സെന്റ് കത്തീഡ്രൽ സിറ്റുവേറ്റഡ് അറ്റ് ഗോവ. ഇനി നമ്മൾ ഗോവയെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് ആസാമിനെ കുറിച്ച് പറയണം. ആസാമിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രിയ ഫ്രണ്ട്സ് വീഡിയോ കാണുക കേട്ടോ. കാണുക, നിങ്ങൾക്കിത് കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. പരീക്ഷകൾക്ക് എന്താണ്? യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്.